നമ്മൾ ഈ എല്ലാം ഓക്കെ ആയി എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പലരും കർത്താവ് നല്ലവനാന്നൊക്കെ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരു യുദ്ധത്തിലേക്ക്, ഒരു ഫൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ, പരീക്ഷകളിലേക്ക് ദൈവം നമ്മളെ വിടുമ്പോൾ, അവിടെ നമ്മുടെ വിശ്വസ്തത നമ്മൾ പ്രൂവ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് അവിശ്വസ്തനാകാനുള്ള സാഹചര്യം, സിറ്റുവേഷൻ എനിക്ക് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റെ വിശ്വസ്തതയും വിശുദ്ധിയും തെളിയിക്കണം. അവിടെയാ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകുന്നത്. പാപം ചെയ്യാൻ, പൊത്തീഫറിന്റെ ഭാര്യയോട് പാപം ചെയ്യാൻ ജോസഫിന് സകല സാഹചര്യങ്ങളും നിയമവും അനുകൂലമായി നിൽക്കുമ്പോഴും അവളുടെ അരികിൽ നിന്ന് ഞാൻ നിന്നോട് പാപം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഇടവരരുത് എന്ന തീരുമാനത്തിൽ ജോസഫ് ഇറങ്ങി ഓടുമ്പോഴാണ് അവൻ്റെ മേളിലുള്ള ഫേവർ ഡബിൾ ആകുന്നത്. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജാവ് വീഞ്ഞെടുത്ത് ദാനിയേലിന് നീട്ടുമ്പോൾ, രാജാവേ, നിന്റെ വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ ഒരു കട്ടയ്ക്കൊരു തീരുമാനം എടുത്ത തീരുമാനത്തിന്റെ മുൻപിലാണ് ദൈവത്തിന്റെ ഫേവർ ദാനിയേലിൽ ആക്ടിവേറ്റ് ആകുന്നത്. എന്താ പത്രോസിന്റെ കാര്യത്തിൽ സാത്താൻ ചോദിച്ചത്? യേശു എന്നാ പീറ്ററിനെ കുറിച്ച് പറഞ്ഞേ? ജോബിന്റെ കാര്യത്തിൽ സാത്താൻ ചമ്മിപ്പോയി, ശരിയാ. സാത്താൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് കളയുമെന്ന് പറഞ്ഞു. ഞാൻ അവന് പണി കൊടുക്കാൻ പോവാ, ത്യജിച്ച് പറയുമെന്ന് പറഞ്ഞു. അതേ പിശാച് താഴെ പോയി ആവുന്ന പണി 58 നോക്കി, അവസാനം മരിക്കാറായി എന്ന് വരുമ്പോഴും ജോബ് പറയാണ്, പിശാചേ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുള്ളൂ. ഭാര്യ എതിരായി, എല്ലാവരും എതിരായി. ഇന്ന് പകലിൽ നിന്നെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയല്ല, പൈശാചിക മേഖലയെ നോക്കി ചിരിക്കാൻ, പൈശാചിക മേഖലയെ നോക്കി, മുഴു സ്വർഗവും നോക്കി ചിരിക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തെ നീ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ ആത്മാവ് ഇടപെടുകയാണ്. എന്താ പത്രോസിനെ കുറിച്ച് യേശു പറഞ്ഞത്? എന്താ സാത്താൻ യേശുവിനോട് ചോദിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ കൃപാവരം പോകാതിരിക്കാനല്ല, നിന്റെ വലയും പടകും പോകാതിരിക്കാനല്ല, ഞാൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്നത്. അത് നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ.